രക്തത്തിൽ ഹോമോസിസ്റ്റിൻ കൂടുതലാണെങ്കിൽ എന്താ അപകടം? ഒരു ലഘു രക്തപരിശോധന കൊണ്ട് നിങ്ങളുടെ സ്ട്രോക്ക് റിസ്ക്കും ഹൃദയാഘാതത്തിനുള്ള റിസ്ക്കും കണ്ടെത്താൻ പറ്റുമെന്ന് അറിയാമോ? ഉയർന്നു നിൽക്കുന്ന പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, പുകവലി, മദ്യപാനം എന്നിവയൊക്കെ പോലെ തന്നെ സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള മറ്റൊരു റിസ്ക് ഫാക്ടറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേരാണ് ഹോമോസിസ്റ്റിൻ. ഇത് ഉയർന്നു നിന്നാൽ അത് നിശബ്ദമായി രക്തക്കുഴലുകളെ നശിപ്പിക്കും. ഹോമോസിസ്റ്റിൻ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സ്വാഭാവിക രാസപദാർത്ഥമാണ്. എന്നാൽ രക്തത്തിൽ ഇത് ക്രമാതീതമായി ഉയർന്നാൽ ഇൻഫ്ലമേഷൻ, അതായത് രക്തക്കുഴലുകളുടെ നീർക്കെട്ട്, രക്തം കട്ടപിടിക്കൽ, രക്തക്കുഴലുകളുടെ വേഗത്തിലുള്ള നാശം എന്നിവ കാലക്രമേണ സംഭവിക്കും. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഹോമോസിസ്റ്റിൻ ലെവൽ ബ്ലഡിൽ കൂടുന്നത്? വൈറ്റമിൻ B12 കുറഞ്ഞു നിൽക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുപോലെ ഫോളിക് ആസിഡിൻ്റെ കുറവ്, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ, പുകവലി, മദ്യപാനം, പിന്നെ ചില ജനിതക കാരണങ്ങൾ എന്നിവയൊക്കെ കൊണ്ടാണ് ഹൈപ്പർ ഹോമോസിസ്റ്റിനീമിയ എന്ന ഈ ഹോമോസിസ്റ്റിൻ കൂടി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാറ്. എന്താണ് ലക്ഷണങ്ങൾ? ലക്ഷണമൊന്നും തോന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ നല്ല വാർത്തയുണ്ട്. വൈറ്റമിൻ B12ൻ്റെയും ഫോളിക് ആസിഡിൻ്റെയും അപര്യാപ്തത പരിഹരിക്കുകയും പുകവലിയും മദ്യപാനവും നിർത്തുകയും വേണ്ട രീതിയിൽ വ്യായാമം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഹോമോസിസ്റ്റിൻ ലെവൽ വേഗത്തിൽ കുറയ്ക്കാൻ കഴിയും. സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് എന്നിങ്ങനെയുള്ള അസുഖങ്ങൾ താരതമ്യേന ചെറുപ്രായത്തിൽ തന്നെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സാധാരണ റിസ്ക് ഫാക്ടറുകളായ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, പുകവലി ഇതൊന്നും ഇല്ലാതെ തന്നെ ഇത്തരം അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള അസുഖങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ടെങ്കിൽ രക്തത്തിൽ ഹോമോസിസ്റ്റിൻ ലെവൽ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും.